അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ 17 ബദർ ദിനത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേവലം തുലോം തുച്ഛം വരുന്ന 313 സ്വഹാബാക്കൾ അവശരാണ്. പക്ഷേ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും തവക്കുലുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ശക്തരും മല്ലരുമായ 1000ഓളം വരുന്ന ശത്രുക്കളെ പോരാട്ടം നടത്തി വിജയിക്കാൻ സാധിക്കുകയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ബദർ യുദ്ധം നടന്നത് ഇന്നത്തെ പോലെ ഒരു വെള്ളിയാഴ്ച റമളാൻ 17-നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റമളാൻ 17-ന് ബദർ ദിനമായി ആചരിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ പേരില് ബദറിൽ ഷഹീദായവരുടെ പേര് പ്രത്യേകമായിട്ട് പറഞ്ഞ് നമ്മൾ അവരുടെ പേരില് 3 യാസീൻ ഓതാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷം മുഴുവനും നമുക്ക് ബദരീങ്ങളുടെ കാവല് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായി ഈ വീഡിയോ മുഴുവനായിട്ട് ഇതിനോടൊപ്പം തന്നെ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ദുആയിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ വർഷം നമുക്ക് ബദരീങ്ങളുടെ കാവല് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ മക്കളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലയിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ മദദും നസ്റൊക്കെ നൽകി അനുഗ്രഹിക്കണം എന്ന നിയ്യത്തോടുകൂടെ, അതോടൊപ്പം തന്നെ നമുക്ക് തവസ്സുലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവലംബം എന്നുള്ളത് അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ തങ്ങളാണ് ബദരീങ്ങളിലെ ഒന്നാമത്തെ ആള്. പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോ നമ്മള് ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറാൻ കാരണമാകും, കടങ്ങൾ വിടാൻ കാരണമാകും, ഏത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ബദറിൽ ഷഹീദായവരുടെ പേര് പ്രത്യേകം ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും, നിങ്ങൾക്ക് കൂടെ ഉച്ചരിക്കുമ്പോൾ തെറ്റാതെ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ പേരിൽ പ്രത്യേകമായിട്ട്, അതേപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് നമ്മൾ സൂറത്തു യാസീൻ 3 തവണ പാരായണം ചെയ്ത് നമ്മൾ ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് തൊട്ട് മുമ്പ് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതും സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഇനി എപ്പോൾ സമയമുണ്ടായിട്ട് ഇതൊക്കെ കേൾക്കാനാണ്? മനുഷ്യൻക്ക് എപ്പോഴും തിരക്കായിരിക്കും. തിരക്കിൽ നിന്ന് ഒഴിയുന്നൊരു സമയം ഉണ്ടാകൂല. തിരക്കിൽ നിന്ന് ഒഴിയണമെങ്കിൽ അവന്റെ തൊണ്ടയിൽ അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തണം. അപ്പോഴാണ് പിന്നെ തിരക്കൊഴിയുക. ആ സമയത്താണെങ്കിലോ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്തെ നമുക്ക് തിരക്കൊഴിയുള്ളൂ. അതുവരെ തിരക്കന്നായിരിക്കും. ആ സമയത്താണെങ്കിലോ നമുക്കല്ല തിരക്കുണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് തിരക്കുണ്ടായിരിക്കുക. എപ്പോഴാണ് ആമിനയുടെ മയ്യത്തെടുക്കുന്നത്? എപ്പോഴാണ് മുഹമ്മദിന്റെ മയ്യത്തെടുക്കുന്നത്? എപ്പോഴാണ് അബൂബക്കറിന്റെ മയ്യത്തെടുക്കുന്നത്? അപ്പൊ ആളുകൾക്ക് ആ തിരക്ക് മയ്യത്ത് വേഗം എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ തിരക്ക് ഒഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാ, ഇതൊക്കെ കേൾക്കാ, ഇതൊക്കെ മനസ്സിലാക്കാന്ന് കരുതി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് തിരക്കൊഴിയുള്ളൂ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട വിജയം സാധ്യമാകാൻ കാരണമായ ചില വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാൻ 17 വെള്ളിയാഴ്ചയാണ് ബദർ രണഭൂമിയിൽ ശക്തമായ പോരാട്ടം ഉണ്ടാകുന്നത്. പോരാട്ടം നടന്നത് 17ന്റെ പകലിലായിരുന്നെങ്കിലും 17ന്റെ രാവ് എന്ന് പറയുന്ന രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മുമ്പ് ദുആയിലും ഇജാബത്തിന്റെ രാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ രാവിൽ കണ്ണീരും ദുആയുമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിജയത്തിന്റെ സന്തോഷ വാർത്ത നൽകി അല്ലാഹു ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ബദർ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹബീബായ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആലങ്കാരികമായിട്ട് പറയണോ? അല്ല. അസ്സീറത്തുൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു തഹ്ത ശജറത്തിൻ യുസല്ലി, ഹബീബായ തങ്ങൾ ഒരു മരത്തിന് താഴെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയബകീ,
ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹത്താ അസ്ബഹ, പ്രഭാതമാകുന്നതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ ഒരു മരത്തിന് താഴെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഭാതം വരെ അങ്ങനെ തന്നെയാണ്. ഹബീബായ തങ്ങൾ ദിക്റിലും ദുആയിലും ഒക്കെയാണ്. ആ ദുആഇന്റെ കടുപ്പത്തിനെ കുറിച്ച് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യുദ്ധം നാളെ നടക്കാനിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷത്തിന് താഴെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെയാണ് പരിപാടി, വേറൊരു പണിയുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ തങ്ങളോട് ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്യുന്നതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനീ, അല്ലാഹുവേ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം, എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം നീ വളരെ പെട്ടെന്ന് നൽകണം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആഇനെ കുറിച്ച് പറയുന്നു, മുത്തനബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന്. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ ഹലാക്കാക്കി കഴിഞ്ഞാൽ, നീ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ, നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഫലാ തുഅബദു ഫിൽ അർളി അബദാ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ നിറയാർന്ന കണ്ണുകൾ, വിറയാർന്ന കരങ്ങൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദാ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്റെ മുമ്പിൽ സൃഷ്ടാംഗം ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് തഖ്വയോട് കൂടെ ജീവിക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, നിനക്ക് ദിക്റ് ചൊല്ലുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കില്ല. ആളുകൾ പറഞ്ഞു പരിഹസിക്കും, ആ മുഹമ്മദും സംഘവും പരാജയപ്പെട്ടിരിക്കുന്നു, ദീന് നശിക്കാനത് കാരണമാകും. അതുകൊണ്ട് പൂർണ്ണമായി വിജയം നൽകണേ, വിജയം നൽകണേ, വിജയം നൽകണേ എന്ന് പറഞ്ഞു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ദുആയിൽ തന്നെയാണ്, ദുആയിൽ നിന്ന് പിന്മാറുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കരങ്ങളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തി ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഹബീബായ തങ്ങളുടെ തോളിലുണ്ടായിരുന്ന, ശരീരത്തിലുണ്ടായിരുന്ന മേൽത്തട്ടം അങ്ങ് താഴെ വീഴുമാർ ഹബീബായ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അതങ്ങ് താഴെ വീണു. ഫഅതാഹു അബൂബക്കർ, അപ്പോഴാണ് മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഫഅഖദ റിദാഅഹു ഫറദ്ദഹു, ആ മേൽത്തട്ടം അങ്ങെടുത്തത് ഹബീബായ തങ്ങളിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. സുമ്മ ഖാൽ, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കഫാക മുനാശദതുക റബ്ബക, അങ്ങയുടെ റബ്ബിനോട് ഇങ്ങനെ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മതിയാക്കാനായില്ലേ? അല്ലാഹു അങ്ങേക്ക് വിജയം നൽകുമെന്നുറപ്പല്ലേ? മതിയാക്കിക്കൂടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നു. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ ഇറക്കി ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കി പറയുന്നു. നിങ്ങളൊന്ന് നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെള്ളിയാഴ്ച പകലിൽ യുദ്ധം നടക്കാനിരിക്കുകയാണ്. യുദ്ധം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് തലേന്ന് രാത്രിയിൽ ഹബീബ്
ഹബീബായ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ ദുആക്ക് ആ രാത്രിയിൽ തന്നെ ഉത്തരം ലഭിക്കുകയാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ദുആഇനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നീ മുമിദ്ദുകും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ ഇറക്കി അങ്ങയെ ഞാൻ സഹായിക്കും, നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നടക്കുന്നതിന്റെ രാത്രിയിൽ തന്നെ അല്ലാഹു വാക്ക് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, അന്നത്തെ ദിവസം രാത്രിയിൽ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ടെൻഷനിലിരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബാക്കൾക്കും അല്ലാഹു നേരത്തെ തന്നെ വാക്ക് കൊടുക്കുകയാണ്, വിജയമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഇജാബത്തിന്റെ രാവാണ് അന്നത്തെ രാത്രിയിൽ. അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ദുആ കൊണ്ട് നേടിയെടുത്ത വിജയമാണ് യഥാർത്ഥത്തിൽ ഇത്. നിങ്ങൾ നോക്കൂ, എല്ലാ രൂപത്തിലും പ്രതികൂലമായ അനുകൂലമായ സാഹചര്യങ്ങള് ശത്രുക്കൾക്കാണ്. അവർ ശക്തരാണ്, അവർ മല്ലരാണ്. അവരുടെ അടുക്കൽ 700 ഒട്ടകങ്ങളുണ്ട്, അവരുടെ അടുക്കല് 200 കുതിരകളുണ്ട്, അവരുടെ അടുക്കൽ ആയുധങ്ങളുണ്ട്. അവർ ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിട്ടാണ് വരുന്നത്. ചരിത്രങ്ങളിൽ കാണാൻ വരുന്ന വഴിക്ക് മക്കയിൽ നിന്ന് അവർ ബദറിലേക്ക് വരുമ്പോ അബൂജഹൽ അവിടെ നിന്ന് 10 ഒട്ടകത്തിനറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ചങ്ങനെ യാത്ര കഴിഞ്ഞപ്പോ ഉമയ്യത്ത് 9 ഒട്ടകത്തിനറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വഴിയോരങ്ങളിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 10ഉം 20ഉം 9ഉം 10 ഒക്കെ ആയിട്ട് 4-5 തവണ 10-40 ഒട്ടകങ്ങൾ അറുത്ത് ഭക്ഷണം കഴിച്ച് തിന്നു വയറ് നിറച്ചാണ് അവർ വരുന്നത്. ഇനിയും അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് വസ്തുക്കൾ അവരുടെ കയ്യിലുണ്ട്, ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്, കുതിരകൾ അവരുടെ കയ്യിലുണ്ട്, ഒട്ടകങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എല്ലാ നിലക്കും അനുകൂലമാണ് ശത്രുക്കൾക്ക്. കുതിര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുതിര എന്ന് പറയുമ്പോൾ ആ കുതിര വലിയ ശക്തിയുള്ളതാണ്. ശക്തിയുള്ളത് എന്ന് പറയുമ്പോൾ ഒരാളെ ആക്രമിക്കാൻ ആ കുതിര ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും സഹായകമാകുന്നുള്ളതാണ്. ഒരു കുതിര ശക്തി എന്ന് പറഞ്ഞാൽ 1000 കുതിര ശക്തി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. കുതിരക്ക് അത്രയും ശക്തിയാണ്. അപ്പൊ ആ കുതിര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ആളെ ഒരുമിച്ച് ആക്രമിക്കുന്നത് ഒരൊറ്റ കുതിരയുടെ മുകളിൽ കയറി നിന്നാൽ ആക്രമിക്കാൻ പറ്റും. അങ്ങനത്തെ 700 കുതിരകൾ അവരുടെ കയ്യിലുണ്ട്. ആ കുതിരകളെ ഒക്കെ വെച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം നടത്തിയാൽ മതി. പക്ഷേ എല്ലാ നിലക്കും അനുകൂലമായ സാഹചര്യം ശത്രുക്കൾക്കായിരുന്നു. മുസ്ലിമീങ്ങളുടെ പക്ഷത്തോ സ്വഹാബാക്കളുടെ പക്ഷത്ത് അവശരാണവർ. അവരുടെ അടുക്കൽ വിരലിലെണ്ണാവുന്ന കുതിരകൾ മാത്രമേ ഉള്ളൂ, 1-2 കുതിരകൾ. അതേപോലെ തന്നെ ഒട്ടകങ്ങളും വളരെ കുറഞ്ഞ ഒട്ടകങ്ങൾ മാത്രമാണുള്ളത്. എങ്ങനെയാണ് സ്വഹാബാക്കൾ വിജയിച്ചത്? അങ്ങേയറ്റത്തെ അവശരാണ് സ്വഹാബാക്കള്. അവര് വിശന്നവരാണ്, വയറൊട്ടിയവരാണ്, ക്ഷീണിതരാണ്. അത്രമേൽ അവരെ പോലെ ഭക്ഷണം ധാരാളമായി കഴിച്ചു വന്നവരൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിലാണ് ബദർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അവശരായിട്ടാണ് അവർ വരുന്നത്. ആരാണ് ഇവരുടെ പതാക വഹിക്കുന്നതെന്നറിയണോ? മഹാനരായതിൽ ഒരാൾ മഹാനരായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു? വളരെ പാവപ്പെട്ട സ്വഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവരുടെ കയ്യിലാണ് ഒരു പതാകയുള്ളത്. അവരാണ് മുന്നിൽ സഞ്ചരിക്കുന്നത്. ശത്രുക്കൾ ശക്തരും മല്ലരും ഭക്ഷണം കഴിച്ച് ആർമാദിച്ചു വരുന്നവരാണെങ്കിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ് മഹാനരായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് അവിടുത്തെ ശരീരത്തിൽ കഫംപുട കൊണ്ട് മറയ്ക്കാനുള്ള വസ്ത്രമില്ലാത്തതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സഹാബാക്കൾ പറയുന്നു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കഫൻ കാലിലേക്ക് എത്തുന്നില്ല. ഹബീബായ തങ്ങൾ പറയുന്നു, മക്കയിലെ പുൽച്ചെടികൾ കൊണ്ടുവന്ന് കാലു മറച്ചു ആ ഖബർ കഫൻ ചെയ്ത് ഖബറിൽ മറമാടാൻ വേണ്ടി പറയുന്നു. അത്രത്തോളം ദരിദ്രരായിരുന്നു മഹാനരായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മുത്തുനബി തങ്ങളുടെ അതേ സ്വഭാവവും അതേ പ്രകൃതിയും അതേ നടത്തവും അതേ ഇരുത്തവും അതേ ശൈലിയും എല്ലാം കൊണ്ടും ഹബീബായ തങ്ങളുടെ അതേ രൂപമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉഹദ് യുദ്ധത്തിൽ കൊലപ്പെടുത്തിയപ്പോ ഇബ്ലീസ് വിളിച്ചു പറഞ്ഞത്, ഇന്നി ഖതൽതു മുഹമ്മദാ, ഞാൻ
മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് പരിഭ്രാന്തി ഉണ്ടാക്കിയത്. അത് ഹബീബായ തങ്ങളോട് അങ്ങേയറ്റത്തെ സാദൃശ്യത ഉണ്ടായതുകൊണ്ടാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു വളരെ പാവപ്പെട്ട സ്വഹാബാക്കളാണ് ഇപ്പുറത്തുള്ളത്. പക്ഷേ വിജയം നേടിയത് ശക്തി കൊണ്ടല്ല, വിജയം നേടിയത് ആയുധം കൊണ്ടല്ല, വിജയം നേടിയത് ഒട്ടകങ്ങളെ കൊണ്ടല്ല, വിജയം നേടിയത് കുതിരകളെ കൊണ്ടല്ല, വിജയം നേടിയത് അല്ലാഹ് എന്ന അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. ഹബീബായ തങ്ങളെ തലേ ദിവസം രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയതാണ്. നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, എന്തു പ്രതിസന്ധികൾ വരികയാണെങ്കിലും തലേ ദിവസം രാവിലിരുന്ന് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതല്ലേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദാ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ അങ്ങനെ ദുആ ചെയ്തപ്പോൾ ദുആ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളും നമ്മുടെ വിഷയത്തിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നമുക്കും ഏത് വിഷയത്തിലും വിജയം സാധ്യമാകും. അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ആകാശം നമ്മൾ യാസീൻ ഓതാൻ വേണ്ടി പോവാണ്. ബദരീങ്ങളുടെ ഷഹീദായവരുടെ പ്രത്യേകം അവരുടെ പേര് പറഞ്ഞ് ബദറിൽ ഉൾപ്പെടുന്ന, ബദറിൽ പങ്കെടുക്കാത്തവരും ബദരീങ്ങളുടെ പേരിലുണ്ട്. ഞാൻ വിശദമായിട്ട് ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ബദറിൽ ഷഹീദായത് 14 സ്വഹാബാക്കളാണ്. ബദറിൽ ഷഹീദായത് എത്ര ആളുകളാണ്? 14 ആളുകളാണ് ബദറിൽ ഷഹീദായിട്ടുള്ളത്. ആ 14 ആളുകളുടെ പേര് ഇൻഷാ അല്ലാഹ് ഡിസ്പ്ലേയിൽ ഇവിടെ കാണിക്കും. അവരുടെ പേരിൽ പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീന് ബദരീങ്ങളുടെ പേരിൽ മൊത്തത്തിലും ബദറിൽ ശുഹദായവരുടെ പേരിൽ പ്രത്യേകമായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ, അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അത് ചൊല്ലുക. بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد اللهم إني أسألك وأتوسل إليك بحبيبك ونبيك سيدنا محمد صلى الله عليه وسلم. ഇനി ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ പേരുകളാണ് വായിക്കുന്നത്. وبسيدنا عبيدة بن الحارث المهاجري رضي الله عنه وبسيدنا ذي الشمالين بن عبد عمرو المهاجري رضي الله عنه وبسيدنا عمير بن أبي وقاص المهاجري رضي الله عنه وبسيدنا مهجع بن صالح المهاجري رضي الله عنه. وبسيدنا صفوان بن وهب المهاجري رضي الله عنه وبسيدنا عاقل بن البكير المهاجري رضي الله عنه بكير المهاجري رضي الله عنه وبسيدنا حارث بن سراقة الخزرجي رضي الله عنه وبسيدنا رافع بن المعلى الخزرجي رضي الله عنه وبسيدنا عمير بن الحمام الخزرجي رضي الله عنه وبسيدنا معبد بن الحارث الخزرجي رضي الله عنه وبسيدنا عوف بن الحارث الخزرجي رضي الله عنه وبسيدنا يزيد بن الحارث الخزرجي رضي الله عنه وبسيدنا
سعد بن خيثمة الأوسي رضي الله عنه وبسيدنا مبشر بن عبد المنذر الأوسي رضي الله عنه وبجميع الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. إن شاء الله മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ബദറിൽ ഷഹീദായവരുടെ പേരിലും ബദരീങ്ങളുടെ പേരിലൊക്കെ നമ്മൾ യാസീൻ ഓതാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഓതുക. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തുകൾ വെക്കുക. ഇന്നത്തെ ദിവസം അത്രമേൽ മഹത്വമേറിയ ദിവസമാണല്ലോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني ذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم قامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع الذين محضرون وآية لهم الأرض الميتة وحيناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم مما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أن حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أن طعموا لو يشاء الله طعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون
لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر ما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لا مالكون وظللناها لهم فمنا ركوبه ومنا يأكلون ولهم فيها منافع مشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أو ليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ചുരുങ്ങിയ സമയം ചെറിയ ദുആ ആണ്, അതന്നെ മതി, അതിലെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ 3 യാസീനാണ് കരുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 2 യാസീന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഓതി തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ. നമുക്ക് അങ്ങനെ 2 യാസീൻ ഓതി തീർക്കാം. 1 യാസീൻ ഇങ്ങനെ ഓതും ചെയ്യാം. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ആമീൻ പറയാം. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, സൂറത്തു യാസീൻ, ഇഖ്ലാസ്, മുഅബ്ബിദത്തൈൻ എല്ലാത്തിന്റെയും മിസ്ല സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അവിടുത്തെ മദദും നസ്റും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണം അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ശിഫയാക്കണം റഹ്മാനേ. ഓരോ രോഗങ്ങൾ എടുത്തു പറയുന്നില്ല, ഇപ്പൊ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിലായവരുണ്ട്. റബ്ബേ, അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഹഖ് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട്, നീ വീട്ടണം അല്ലാഹ്. ഏതെല്ലാം രൂപത്തിലെ കടങ്ങൾ വന്നതുമൊക്കെ റബ്ബാകുന്ന നിനക്കറിയാൻ, നീ വീട്ടിത്തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം അല്ലാഹ്. ഉള്ള വീട്ടിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ, ഉള്ള മക്കളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. കുടുംബജീവിതത്തിൽ ഖൈറും സലാമത്തും റാഹത്തും നൽകണം അല്ലാഹ്. ഐക്യം നൽകണം റഹ്മാനെ, ഭിന്നിപ്പ് നൽകല്ല അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഇപ്പോൾ ഈ യാസീൻ ഓതുന്ന സമയത്ത് സ്വഹാബുൽ ബദ്രീങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് ബദ്രിൽ ഷഹീദായ 14 സ്വഹാബാക്കൾ പ്രത്യേകമായിട്ട് പറഞ്ഞു ഓതുകയാണ്, ഓതിക്കുകയാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിലെല്ലാം നീ നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.